ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിൻ സ്ലാബ്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ മെയിൻ സ്ലാബ് പ്ലാസ്റ്ററിങ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വീട് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ലീക്ക് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ലീക്ക് വരാതിരിക്കാൻ എങ്ങനെ ചെയ്യാം എന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടി പറയാൻ പോകുന്നത്. അപ്പോൾ ലീക്ക് വരാതിരിക്കാൻ പല മാർഗ്ഗങ്ങളുമുണ്ട്. നമ്മൾ ഇപ്പം എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ സിമൻറ്റ് മിക്സ് ചെയ്യാൻ നേരത്ത് ഇതിൽ വാട്ടർ പ്രൂഫ്, അതായത് ഡോക്ടർ ഫിക്സിൻ്റെ കെമിക്കലും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിസ്സാര വിലയേ ഉള്ളൂ, 250 അടുപ്പിച്ചുള്ളൂ ഇതിൽ നമ്മൾ ഒഴിക്കുന്നത്. കാരണം അത് വെള്ളത്തിൽ കലക്കിയാണ് ഒഴിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഇങ്ങനെ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ഈ ചാന്തിൽ ഒഴിച്ചത് കൊണ്ട് നമ്മളെ ലീക്ക് തടയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ സിമൻറ്റ് മിക്സ് ചെയ്യുന്ന രീതി, ഇടുന്ന രീതി, ലെവൽ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. കാരണം ഈ മെയിൻ സ്ലാബ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ പ്രാധാന്യമുള്ള കാര്യമാണ് മെയിൻ സ്ലാബ് ചാന്ത്, അതായത് റൂഫ് ഏറ്റവും ടോപ്പ് സിമൻറ്റ് ചെയ്യുന്നത്. വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ സാധാ ഒരു റൂമിൻ്റെ ഫ്ലോറ് പ്ലാസ്റ്ററിങ് ചെയ്യും പോലെ അല്ല റൂഫ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. കാരണം നമ്മൾ അത്രത്തോളം വെയിലും കാര്യങ്ങളും എല്ലാം അടിക്കുന്നത് ഒരു സ്ഥലം കൂടിയാണ്. അപ്പം അത് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്ലാസ്റ്ററിങ് ചെയ്യാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരുപാട് ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ അറിയാമെന്നുള്ളവരാണ്. പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ മുഴുവനോടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനോടെ കാണുമ്പോൾ നമുക്ക് ഒരു ക്ലയൻ്റായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്ന ഒരാളിനെ അറിയാം. കാരണം നമുക്ക് ഇങ്ങനെ ചെയ്താൽ, നമ്മുടെ വീടും ഇതുപോലെ ചെയ്താൽ നമുക്ക് ലീക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ അവർക്കും വരും. അപ്പോൾ അവർ അതുപോലെ ചെയ്യും. കാരണം രണ്ടാമത് കൊത്തിപ്പൊളിച്ച് ചെയ്യുന്നേക്കാളും നല്ലതായിരിക്കും ഒരു 10 മിനിറ്റുള്ള ഈ ഒരു വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് ഫുള്ളും കാണണമെന്നില്ല, നിങ്ങൾക്ക് ഏതുവരെ കാണണമെന്ന് തോന്നുന്നു അതുവരെ നിങ്ങൾ കണ്ടു നോക്ക്. കാരണം തുടക്കം മുതൽ അവസാനം വരെയും ഇതിൽ ഉപയോഗമുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചാന്ത് ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ട കാര്യം, സാധാരണ ഈ റൂഫ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ വാട്ടർ ലെവലിന് മട്ടം പിടിക്കും. അപ്പോൾ മട്ടം പിടിച്ച് ഓട് വയ്ക്കണം. ഓട് വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മൾ സിമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തലേ ദിവസം നമ്മൾ വാട്ടർ ലെവലിന് മട്ടം പിടിച്ച് സ്ലോപ്പ് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ അത് കണക്കാക്കി വാട്ടർ ലെവൽ ചെയ്ത് കംപ്ലീറ്റും ടൈൽ വയ്ക്കണം. കാരണം നമ്മൾ സിമൻറ്റ്, അതായത് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന അന്ന് നമ്മൾ വാട്ടർ ലെവലിന് മട്ടം പിടിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ മുഴക്കോലിന് മാലിടുമ്പോൾ ഇത് ലൂസായിരിക്കും, ടൈൽ കൊണ്ട് താരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല, നമ്മൾ വലിച്ചങ്ങ് പോകും. സിമൻറ്റൊക്കെ വലിച്ച് ഗ്രൗട്ടൊക്കെ ചുറ്റി മഴ പെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കും. അത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് തലേ ദിവസം നമ്മൾ ടൈല് മട്ടം പിടിച്ച് ഓട് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങുമ്പോൾ നമുക്ക് സിമൻറ്റ് ചെയ്യാൻ നേരത്ത് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എവിടെയൊക്കെ കനം കൂടുന്നു, അതായത് ഒരു 3/4 ഇഞ്ചിൽ കൂടുതൽ കനം കയറണമെങ്കിൽ നമ്മളവിടെ സിമൻറ്റ് കുഴച്ചിടരുത്. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് മണലും സിമൻറ്റും ഒരുപാടാവും. അതുപോലെ തന്നെ ക്ലയൻറ്റിന് നഷ്ടവും വരും. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ കൊണ്ട് പൊട്ടും, ഒരു ഉപയോഗം കാണത്തില്ല, കൊണ്ട് പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ അവിടെ ആ സമയത്ത് ഒരുപാട് കനമുള്ളെടുത്ത് ചെറിയ മെറ്റിൽ, അല്ലെങ്കിൽ ബേബി മെറ്റിലുണ്ടെങ്കിൽ ബേബി മെറ്റിൽ, അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് മെറ്റിൽ കോൺക്രീറ്റായിട്ട് കുഴച്ച് അവിടെ മൊത്തം എവിടെയൊക്കെ കനം കയറുന്നുണ്ടോ അവിടെയൊക്കെ കുഴച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചാന്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പൊട്ടലിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും. അത് 100% ഉറപ്പാണ്, പൊട്ടലിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ചാന്ത് ഇടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലൊരു തടി വെച്ച് ഇടിച്ച് ഒതുക്കണം. അതായത് നമ്മൾ ചാന്ത് ഇടുമ്പോൾ അതൊരു ലൂസായിരിക്കും. നമ്മൾ ഇതുപോലെ ചില ആൾക്കാർ കാലുകൊണ്ട് ചവിട്ടിയിരുത്തും. അങ്ങനെ ചവിട്ടിയെന്നും പറഞ്ഞാൽ അത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കില്ല. ഇതുപോലെ ഒരു ലെവലായിട്ടുള്ള ഒരു പലകയിൽ ഒരു തടി ആണി വെച്ച് അടിച്ച് ഇതുപോലെ നല്ല രീതിയിൽ ഇടിച്ച് ഒതുക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഈ സിമൻറ്റ് മിക്സ് ചെയ്യുന്നത് കൊണ്ട് ടൈറ്റാവുകയും ചെയ്യും. നമ്മൾ ഈ ഗ്രൗട്ട് ചുറ്റാൻ നേരത്ത് അതിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുമ്പോൾ അവിടെ കുഴിഞ്ഞു പോകത്തില്ല. മറ്റേ കുഴിഞ്ഞ് പോകുമ്പം വരുന്ന കുഴപ്പമെന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൗട്ട് ചുറ്റുമ്പോൾ അതിൻ്റെ മേളിൽ കൂടി ചുറ്റുമ്പോൾ അവിടെ ചെറിയൊരു കുഴിയായിരിക്കും. അത് മഴ പെയ്ത് വെള്ളം കെട്ടുമ്പോൾ അവിടെ കറക്റ്റ് വെള്ളം കെട്ടി നിൽക്കും. അത് നിങ്ങൾ വീട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വെള്ളം കെട്ടും.
അത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ സിമൻറ്റ് മിക്സിങ് ചെയ്യേണ്ടത്. പല ആൾക്കാരും ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, അടിയിലും മേളിലും ഗ്രൗട്ട് വരുന്നതല്ലേ, അപ്പോൾ 6-1 ഇടാമെന്ന്. പക്ഷേ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, 6-1 ഇടുന്നത്, 7-1 ഇടുന്നത്, 5-1 ഇടുന്നത്. പക്ഷേ ഞങ്ങളിവിടെ ചെയ്യുന്നത് 4-1 ഇട്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല 4-1 ഇട്ടത്. നമ്മൾ കോൺക്രീറ്റ്, മെയിൻ സ്ലാബ് കോൺക്രീറ്റ് എങ്ങനെ ചെയ്യുന്നു അതേ ഒരു പ്രാധാന്യമാണ് നമ്മൾ ഈ തട്ട് ചാന്തിടുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 4 കുട്ട മണലിന് നമ്മളിപ്പോൾ മൊത്തം 8 കുട്ട മണ്ണിടും. 8 കുട്ട മണ്ണിന് ഒരു പാക്കറ്റ് സിമൻറ്റ്. ആ ഒരു കണക്ക് ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതിനിപ്പോൾ നമുക്ക് ടോട്ടൽ ആകുന്ന സിമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 13-14 പാക്കറ്റ് സിമൻറ്റ്, അല്ലെങ്കിൽ ഒരു 15 പാക്കറ്റ് സിമൻറ്റ്. അത് നമ്മൾ ചാന്തിൻ്റെ കനം അനുസരിച്ചായിരിക്കും സിമൻറ്റ് മാറുന്നത്. പക്ഷേ ഈ 15 പാക്കറ്റ് സിമൻറ്റ് കൊടുത്താലും ആ തട്ട് സ്ട്രോങ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ 2 മേസ്തിരി 2 ഹെൽപ്പറാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ക്ലയൻറ്റ് നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽപ്പുണ്ട്. കാരണം ഈ പുള്ളിക്കാരനും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സഹായം ആവുന്നുണ്ട്. കാരണം ഈ വെയിൽ ഇപ്പം നല്ല മഴക്കോളാണ്, ഏത് നിമിഷം മഴ പെയ്യും. അപ്പോൾ മഴയ്ക്ക് മുമ്പേ നമുക്കിത് ചെയ്ത് തീർക്കണം. അതുപോലെ തന്നെ ഓവറായിട്ട് വെയിലടിക്കുമ്പോൾ നമ്മൾ ഈ ഇട്ട സിമൻറ്റ് ഉണങ്ങിപ്പോവും. അങ്ങനെ ഉണങ്ങിപ്പോകുമ്പോഴുള്ള കുഴപ്പം എന്താ, നമ്മൾ അതിൻ്റെ മുകളിൽ ഗ്രൗട്ട് ചുറ്റുമ്പോൾ ആ ഗ്രൗട്ട് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇട്ട ചാന്ത് ഇത്രയും ഭാഗം നമ്മൾ ഇട്ടു, അപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇത്രയും ഗ്രൗട്ട് ചുറ്റും. കാരണം കംപ്ലീറ്റും ചാന്ത് ഇട്ടിട്ട് ഗ്രൗട്ട് ചുറ്റാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് ഉണങ്ങിപ്പോവും. ആ ഇടുന്ന സമയത്ത് പച്ചയായിട്ട് കാണും, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ നിന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മളെന്താ, പകുതി ഇട്ടിട്ട് പകുതി ഗ്രൗട്ട് ചുറ്റും. ഒരാൾ ഗ്രൗട്ട് ചുറ്റാനും കയറും, അടുത്ത ആൾ ചാന്തിട്ട് വലിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഈ തട്ട് ഉണങ്ങുന്ന മുമ്പ് നമുക്ക് ഗ്രൗട്ട് ചുറ്റാൻ പറ്റും. ഗ്രൗട്ട് ചുറ്റി തേച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലീക്കെന്ന് പറയുന്ന സാധനം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഞാനിവിടെ ചാന്തിട്ടതിന് ശേഷം അത് ഉണങ്ങുന്ന മുമ്പേ ആദ്യം നമ്മൾ ചുവരിൻ്റെ സൈഡിൽ വശവ് കൊടുക്കും. ആ വശവ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടി നിർത്തി വെള്ളമൊക്കെ വരുമ്പോൾ ഈ ചുവരിൽ പിടിച്ച് ഈർപ്പം അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ വശവ് കൊടുത്തിട്ട് ആദ്യം 4 സൈഡും വശവിൽ ഗ്രൗട്ട് അടിക്കും. അപ്പോൾ അങ്ങനെ ഗ്രൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. മറ്റേത് ഗ്രൗട്ട് വെയിലടിച്ച് അത് കംപ്ലീറ്റ് നല്ല ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൗട്ട് ചാന്ത് നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ ആ പച്ച നനവോടെ ഉള്ളതിൽ ഗ്രൗട്ട് ചുറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ പിടിക്കുകയുള്ളൂ. കാരണം താൽക്കാലികമായിട്ട് അതിൽ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 5 മാസം 6 മാസം കഴിയുമ്പം ചെറിയ പൊട്ടൽ വന്നു തുടങ്ങും, ചെറിയ ക്രാക്ക് വന്നു തുടങ്ങും, ചെറിയ സൗണ്ടുകൾ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് വിചാരിച്ചോളാം അത് പൊള്ളയായി. കാരണം അതിൻ്റെ ഇടയിൽ എയർ കയറി ഈ ഗ്രൗട്ടും സിമൻറ്റുമായിട്ട് പ്രോപ്പറായിട്ട് പിടിച്ചില്ല. ഇപ്പോൾ നമ്മളെ ക്ലയൻറ്റാണ് എനിക്കിപ്പം ഗ്രൗട്ട് ഒഴിച്ചു തരണം. കാരണം പുള്ളിക്കാരന് ഞങ്ങളെ കൂടെ കട്ടയ്ക്ക് നിന്ന് വർക്ക് ചെയ്യണം. കാരണം ഒരു മടിയില്ല, കാരണം പുള്ളിക്കാരൻ്റെ വീടാണ്. അപ്പോൾ പുള്ളിക്കാരന് ഒരു ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ വീട് നല്ല രീതിയിൽ ചെയ്യണം, നല്ല രീതിയിൽ ചെയ്തെടുക്കണം എന്നുള്ള ഉത്തരവാദിത്തോടെയാണ് പുള്ളിക്കാരൻ കട്ടയ്ക്ക് നമ്മളെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ഞങ്ങൾ ഗ്രൗട്ട് പറ്റി, ഇനി ഇത്രയും ഭാഗം ചാന്തിടണം. അപ്പം ഈ ഭാഗം ചാന്തിടുമ്പോഴത്തേക്കും ആ ഭാഗം ഉണങ്ങും. ഇപ്പോൾ കണ്ടല്ലോ നമ്മളെ ക്ലയൻറ്റാണ് ഇപ്പം നമുക്ക് ചാന്തൊക്കെ എടുത്ത് കൊണ്ടിട്ട് തരണത്. കാരണം സ്വന്തം വീടാണ്. അപ്പോൾ ഞങ്ങൾ ജോലിക്ക് ആളെ നിർത്തി ആൾക്ക് വർക്ക് കൊടുത്തതാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അല്ല ഞങ്ങളെ കൂടെ നിൽക്കുന്നത്. ഞങ്ങളെ കൂടെ നിന്ന് ഏത് വർക്കായാലും ഒരേ മനസ്സോടെ ഞങ്ങളെ കൂടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതൊരു കുറച്ചും കൂടി ഇൻട്രസ്റ്റാണ്. കാരണം അവരും നമ്മളെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ആ രീതിയിൽ വേണം വർക്ക് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പണിയും ചെയ്യും. ഇപ്പോൾ നല്ല മഴക്കോൾ വരികയാണ്, നമുക്കെല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ തട്ട് മൊത്തത്തിൽ കുളമാകും, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും ഗ്രൗട്ട് ചുറ്റി ഇത്രയും സിമൻറ്റ് വേസ്റ്റാകും, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി പോകും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷനും ഉണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് വർക്ക് ചെയ്യുന്നത് ഒരു ചെറുതായിട്ടൊന്ന് മഴ ചാറിയെങ്കിലും നമുക്ക് ഉറച്ച് പെയ്തില്ല. എന്നിട്ടായിപ്പോൾ നമ്മൾ കംപ്ലീറ്റും ഗ്രൗട്ട് ചുറ്റി തീർന്നിട്ടുണ്ട്. ചാന്തിട്ട് കംപ്ലീറ്റും ഗ്രൗട്ട് ചുറ്റി പേപ്പർ ഇട്ട് ഗ്രൗട്ട് ചുറ്റി ലാസ്റ്റത്തെ ഫിനിഷിങ്ങിന് ഇവിടെ ഹെൽപ്പറൊന്നുമില്ല. ഹെൽപ്പറും എല്ലാം മേസ്ത്രിമാർ തന്നെ, എല്ലാവരുടെ കയ്യിൽ ഓരോ കറണ്ടി കൊടുത്തിട്ട് തേക്കാൻ വിടും. ഇപ്പോൾ ഞങ്ങളിത് കംപ്ലീറ്റും തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 2 മണിയായി. ഞങ്ങൾ 6 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. വെയിലിന് മുമ്പ് നമുക്ക് കംപ്ലീറ്റ് വർക്ക് നല്ല പ്രോപ്പറായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റി. ഇവിടെയൊക്കെ ആദ്യം ചെയ്ത സ്ഥലമാണ് നല്ല ഉണങ്ങി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടൽ വിടില്ല. കാരണം ആ നനവ് ചാന്തിൽ തന്നെയാണ് ആ ഗ്രൗട്ട് പിടിച്ചിരിക്കുന്നത്. നമുക്കിനി ഈർപ്പം വരുമെന്നുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ
നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. പിന്നീട് ഒരു പൈസ മുടക്ക് വരില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.